മധ്യപൂർവേഷ്യയെ വീണ്ടും യുദ്ധഭീതിയുടെ നിഴലിലാക്കിക്കൊണ്ട് ഇറാൻ വിപ്ലവ കാർഡ് പുറത്തുവിട്ട അവകാശവാദങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വൻ ചലനങ്ങളാണ് ഉണ്ടാക്കുന്നത്. മേഖലയിലെ അമേരിക്കൻ സൈനിക സാന്നിധ്യത്തിനും പ്രതിരോധ സംവിധാനങ്ങൾക്കും നേരെ തങ്ങൾ നടത്തിയ ആക്രമണങ്ങൾ വൻ വിജയമായിരുന്നുവെന്നാണ് ഇറാൻ പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന നിഴൽ യുദ്ധം ഒരു തുറന്ന ഏറ്റുമുട്ടലിലേക്ക് വഴിമാറുന്നതിന്റെ സൂചനയായാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഈ സംഭവങ്ങളെ കാണുന്നത്. കഴിഞ്ഞ 15 ദിവസത്തിനിടെ അമേരിക്കൻ ലക്ഷ്യസ്ഥാനങ്ങൾക്ക് നേരെ നടത്തിയ മാരകമായ ആക്രമണങ്ങളുടെ വിശദാംശങ്ങളാണ് IRGC വക്താവ് ഹൊസൈൻ മൊഹബി പുറത്തുവിട്ടത്. അമേരിക്കയുടെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകൾ, അത്യാധുനിക റഡാർ സംവിധാനങ്ങൾ, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകൾ എന്നിവ തങ്ങൾ തകർത്തതായി ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. ശത്രുവിന്റെ ആശയവിനിമയ ശൃംഖലയെയും നിയന്ത്രണ കേന്ദ്രങ്ങളെയും പൂർണ്ണമായും നിശ്ചലമാക്കുക എന്ന തന്ത്രപ്രധാനമായ ലക്ഷ്യത്തോടെയായിരുന്നു ഈ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ. US സൈന്യത്തിന്റെ നിരീക്ഷണ കഴിവിനെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും തകരാറിലാക്കുക എന്നതായിരുന്നു ഇറാന്റെ പ്രാഥമിക ലക്ഷ്യം. അമേരിക്കയുടെ അഭിമാനമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പാട്രിയറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള റഡാറുകളും ആദ്യ മുന്നറിയിപ്പ് നൽകുന്ന ഏർലി വാർണിംഗ് റഡാറുകളും തങ്ങൾ തകർത്തുവെന്ന് മൊഹബി പറഞ്ഞു. ഇതോടെ മേഖലയിൽ അമേരിക്കൻ സൈന്യത്തിന്റെ കണ്ണടയുകയും ഇവർ പ്രതിരോധത്തിലാവുകയും ചെയ്തുവെന്നാണ് ഇറാന്റെ വാദം. റഡാർ സംവിധാനങ്ങൾക്ക് പുറമെ അമേരിക്കൻ സൈന്യത്തിന്റെ ഇന്ധന സംഭരണ കേന്ദ്രങ്ങൾ, മിസൈൽ ലോഞ്ച് പ്ലാറ്റ്ഫോമുകൾ, രഹസ്യാന്വേഷണ കേന്ദ്രങ്ങൾ എന്നിവയ്ക്ക് നേരെയും കൃത്യമായ ലക്ഷ്യത്തോടെ ആക്രമണം നടന്നതായി IRGC വ്യക്തമാക്കുന്നുണ്ട്. ആധുനിക യുദ്ധങ്ങളിൽ നിർണായക രഹസ്യാന്വേഷണ ശൃംഖലകളെയും ഇന്ധന വിതരണത്തെയും തടസ്സപ്പെടുത്തുന്നതിലൂടെ US സൈന്യത്തിന്റെ പ്രവർത്തനശേഷിയെ പൂർണ്ണമായി മന്ദഗതിയിലാക്കാൻ സാധിച്ചുവെന്ന് ഇറാൻ അവകാശപ്പെടുന്നു. അമേരിക്കയെ വ്യോമമേഖലയിൽ തികച്ചും നിസ്സഹായരാക്കാൻ ഈ ആക്രമണങ്ങളിലൂടെ സാധിച്ചുവെന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. സ്വന്തം വ്യോമാതിർത്തിയും സഖ്യരാഷ്ട്രങ്ങളുടെ സുരക്ഷയും ഉറപ്പാക്കാൻ അമേരിക്കയെ ആശ്രയിക്കുന്ന മിസൈൽ പ്രതിരോധ നിരയിൽ വൻ വിടവുകൾ സൃഷ്ടിക്കാൻ ഇറാന്റെ ഈ പുതിയ തന്ത്രത്തിന് കഴിഞ്ഞുവെന്ന് IRGC കേന്ദ്രങ്ങൾ അവകാശപ്പെടുന്നുണ്ട്. ഇത് കേവലം ഒരു പ്രാദേശിക തിരിച്ചടിയല്ല, മറിച്ച് അമേരിക്കയുടെ ആഗോള സൈനിക മേധാവിത്വത്തിനേറ്റ പ്രഹരമാണെന്നാണ് ഇറാന്റെ വിലയിരുത്തൽ. അതേസമയം ഇറാന്റെ ഈ വൻ അവകാശവാദങ്ങളെ കുറിച്ച് അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയമായ പെന്റഗൺ ഇതുവരെ ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങളൊന്നും നടത്തിയിട്ടില്ല. IRGC ഉന്നയിക്കുന്ന ആരോപണങ്ങളും നാശനഷ്ടങ്ങളുടെ കണക്കുകളും പ്രൊപ്പഗണ്ടയുടെ ഭാഗമാണോ അതോ യഥാർത്ഥത്തിൽ വൻ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് സ്ഥിരീകരിക്കാൻ പാശ്ചാത്യ മാധ്യമങ്ങളും മടിക്കുകയാണ്. സാധാരണയായി ഇത്തരം ആക്രമണങ്ങളിൽ സംഭവിക്കുന്ന നാശനഷ്ടങ്ങൾ ഉടൻ പുറത്തുവിടാൻ അമേരിക്ക മുതിരാറില്ല. എന്നിരുന്നാലും ഇറാന്റെ ഈ കടുത്ത പ്രസ്താവനകൾ മധ്യപൂർവേഷ്യയിലെ നിലവിലുള്ള പിരിമുറുക്കം ഇരട്ടിപ്പിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ ഏറ്റവും അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനമായ പാട്രിയറ്റ് പോലെയുള്ളവ ആക്രമിക്കപ്പെട്ടു എന്ന വാർത്ത പുറത്തു വന്നത് പാശ്ചാത്യ സഖ്യകക്ഷികൾക്കിടയിൽ ആശങ്ക പടർത്തിയിട്ടുണ്ട്. ഈ സംവിധാനങ്ങളുടെ കാര്യക്ഷമതയെക്കുറിച്ചും ഇറാന്റെ ഹൈപ്പർസോണിക് അല്ലെങ്കിൽ അത്യാധുനിക ഡ്രോണുകളെ ചെറുക്കാനുള്ള കഴിവില്ലായ്മയെക്കുറിച്ചും പുതിയ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇറാൻ നടത്തിയ ഈ ആസൂത്രിത ആക്രമണങ്ങൾ കേവലം സൈനിക കേന്ദ്രങ്ങളെ മാത്രം ലക്ഷ്യമിട്ടായിരുന്നില്ല, മറിച്ച് അമേരിക്കയ്ക്ക് മാനസികമായി തിരിച്ചടി നൽകുക എന്ന ഉദ്ദേശത്തോടെയുള്ളതായിരുന്നു. തങ്ങളുടെ പ്രദേശത്ത് കടന്നു കയറി പ്രവർത്തിക്കുന്ന ഏതൊരു വിദേശ ശക്തിയെയും നിമിഷങ്ങൾക്കുള്ളിൽ തകർക്കാൻ തങ്ങൾക്ക് ശേഷിയുണ്ടെന്ന സന്ദേശമാണ് ഇറാൻ ഇതിലൂടെ ലോകത്തിന് നൽകുന്നത്. തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന ഇറാന്റെ പ്രഖ്യാപനം കൂടിയാണിത്. ഈ പുതിയ സംഭവങ്ങൾ പേർഷ്യൻ ഗൾഫ് മേഖലയിലെ കപ്പൽ ഗതാഗതത്തെയും അന്താരാഷ്ട്ര വ്യാപാരത്തെയും പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയേറെയാണ്. റഡാർ, സാറ്റലൈറ്റ് സംവിധാനങ്ങൾ തകരാറിലായെന്ന വാർത്തകൾ സമുദ്രപാതകളിലെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇത് ആഗോള എണ്ണ വിപണിയിലും വലിയ ചാഞ്ചാട്ടങ്ങൾക്ക് വഴി തുറന്നേക്കാം. അമേരിക്കൻ സഖ്യകക്ഷികളായ ഇസ്രയേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ സാഹചര്യത്തെ വളരെ ജാഗ്രതയോടെയാണ് വീക്ഷിക്കുന്നത്. തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾക്കും സമാനമായി ഭീഷണി നേരിടേണ്ടി വരുമോ എന്ന ഭയം അവരെയും അലട്ടുന്നുണ്ട്. ഇറാന്റെ മിസൈൽ സാങ്കേതിക വിദ്യയിലുണ്ടായ ദ്രുതഗതിയിലുള്ള വളർച്ച മേഖലയിലെ ശക്തി സന്തുലനം തന്നെ മാറ്റിമറിക്കുന്ന തരത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. IRGCയുടെ ഈ നീക്കം ഇറാനിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും വലിയ പ്രകമ്പനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഭരണകൂടത്തിന് ജനങ്ങൾക്കിടയിൽ കൂടുതൽ സ്വാധീനം ഉറപ്പിക്കാനും തങ്ങൾ അമേരിക്കയ്ക്കെതിരെ ശക്തമായി നിലകൊള്ളുന്നുവെന്ന് തെളിയിക്കാനും ഈ വാർത്തകൾ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. കൂടുതൽ കർശനമായ നിലപാടുകൾ സ്വീകരിക്കാൻ ഭരണാധികാരികളെ പ്രേരിപ്പിച്ചേക്കാം. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇതിനകം ശക്തമായ പ്രത്യാക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല.
തങ്ങളുടെ സൈനിക കേന്ദ്രങ്ങൾക്കോ ഉദ്യോഗസ്ഥർക്കോ നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കടുത്ത ഭാഷയിൽ തന്നെ തിരിച്ചടി നൽകുന്നതാണ് അമേരിക്കൻ ശൈലി. ഇതൊരു വലിയ പ്രാദേശിക യുദ്ധത്തിലേക്ക് വഴിമാറുമോ എന്ന ഭീതിയിലാണ് ലോകരാഷ്ട്രങ്ങൾ. അന്താരാഷ്ട്ര നയതന്ത്രജ്ഞർ ഇരു രാജ്യങ്ങളോടും സംയമനം പാലിക്കാൻ അഭ്യർത്ഥിക്കുന്നുണ്ടെങ്കിലും അന്തരീക്ഷം കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ചർച്ചകൾക്കുള്ള വാതിലുകൾ അടയുകയും സൈനിക നടപടികൾക്ക് മുൻഗണന ലഭിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് മധ്യപൂർവേഷ്യയിൽ കാണാൻ കഴിയുന്നത്. സമാധാന ശ്രമങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാകുന്ന രീതിയിലാണ് ഇരുപക്ഷത്തു നിന്നും ഉണ്ടാകുന്ന പ്രസ്താവനകൾ. ഇറാൻ ഉന്നയിച്ച അവകാശവാദങ്ങൾ പൂർണ്ണമായും ശരിയാണെങ്കിൽ അത് അമേരിക്കൻ സൈനിക ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടികളിൽ ഒന്നായി മാറാൻ സാധ്യതയുണ്ട്. ആധുനിക യുദ്ധങ്ങളിൽ സാങ്കേതിക വിദ്യയും ഡ്രോൺ സാങ്കേതിക വിദ്യയും എങ്ങനെ പരമ്പരാഗത യുദ്ധമുറകളെ കീഴ്മേൽ മറിക്കുന്നു എന്നതിന്റെ ഉദാഹരണമായി ഈ സംഭവം മാറിയേക്കാം. വരും ദിവസങ്ങളിൽ പെന്റഗണിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഔദ്യോഗിക പ്രസ്താവനകളും പ്രതികരണങ്ങളും നിർണായകമായിരിക്കും. കാര്യങ്ങൾ എങ്ങോട്ടാണ് നീങ്ങുന്നതെന്നും മധ്യപൂർവേഷ്യൻ മണ്ണിൽ അമേരിക്ക തങ്ങളുടെ തന്ത്രങ്ങൾ മാറ്റി എഴുതുമോ എന്നും ലോകം ഉറ്റുനോക്കുകയാണ്. ഇറാന്റെ ഈ വൻ പ്രഖ്യാപനം മേഖലയിലെ രാഷ്ട്രീയ സൈനിക സമവാക്യങ്ങളെ എന്നേക്കുമായി മാറ്റിമറിച്ചിരിക്കുന്നു.